പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മത്തായി ശ്ലീഹായുടെ സുവിശേഷമാണ് 10:23. നിങ്ങൾ ആരെയും പിതാവേ എന്ന് വിളിക്കരുത്. അതിൻ്റെ അർത്ഥം എന്തറിയാവോ? നിൻ്റെ പിതാവിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും മുറിവോ സങ്കടമോ ഉച്ചനീചത്വമോ പക്ഷപാതമോ എന്നോട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നീ മരണം വരെ പിതാവിനെ മാനസികമായി പീഡിപ്പിക്കുവാനും ഞെരുക്കുവാനും തുടങ്ങിയാൽ നീ ദൈവത്തെ പിതാവെന്ന് തിരിച്ചറിയുന്നില്ലെന്ന് എൻ്റെ അർത്ഥം. അപ്പനെ കണ്ണ് കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ്, കാണേണ്ടതുപോലെ കാണാൻ പാടില്ലാത്തത് കൊണ്ടാണ് തെറ്റ് സംഭവിച്ചത്. പക്ഷെ കണ്ണെപ്പോഴും തുറന്നിരിക്കുന്ന അപ്പനാണ് നിൻ്റെ യഥാർത്ഥ അപ്പനെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. സ്തുതിയുടെ ഹല്ലേലൂയ. പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. പാടുക. ആബാ ആബാ പിതാവേ, ആബാ ആബാ പിതാവേ, അങ്ങു മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താര തന്നിൽ ഞങ്ങളർപ്പണം ചെയ്യുന്നു സർവം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉടമ്പടി സന്തതികൾ അപ്പനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ പരിഭവം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് മാപ്പാക്കുന്നു അല്ലേ? നമ്മളിനി അപ്പനോട് പരിഭവവും പരാതിയും ഒന്നും കാണിക്കത്തില്ല. ആരുടെ പേരിലാണ്? ഈശോൻ്റെ പേരിൽ. അപ്പം നമ്മൾ വിശുദ്ധീകരിച്ചില്ലേ? ഇതിനാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. വിശുദ്ധീകരിക്കുമ്പോൾ എന്നാ സംഭവിക്കണമെന്നറിയാവോ? കാര്യം ആത്യന്തികമായിട്ട് ഇതെല്ലാം നൽകാൻ യേശാവിനെ പാട്ടിലാക്കാൻ വേണ്ടി അവസാനം യാക്കോബ് ധനികനായി കഴിഞ്ഞപ്പോൾ അയാൾക്ക് 40 പശുക്കൾ, അതുപോലെ തന്നെ 400 ആടുകൾ, ചെമ്മരി ആടുകൾ, 400 കോലാടുകളെല്ലാം കിട്ടി. ലാബാൻ്റെ കുറേ സ്വത്ത് അടിച്ചും മാറ്റി പുള്ളിക്കാൻ. അവിടെ ചെന്നിട്ട് അടിപ്പാണ് നടത്തിയത്. ലാബാൻ എന്ന് പറഞ്ഞാൽ അമ്മാവനാണേ. അമ്മാവൻ്റെ വീട്ടിൽ ചെന്നിട്ട് പല തരികിട പരിപാടികളൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ നമ്മളെപ്പോഴും ഓർക്കുക, ഇതൊന്നും ദൈവം അംഗീകരിക്കണില്ലെന്ന്. തരികിട പരിപാടികളൊന്നും അംഗീകരിക്കണില്ല. കർത്താവിൻ്റെ കാലം വരുമ്പോഴും നാഥാനിയലിനെ കണ്ടപ്പോൾ യാക്കോബിനുള്ള പാരപണികളെ കണ്ടില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് അത് മാറിയിട്ടില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. പണ്ട് ചെയ്തൊരു വിഷയമാണ്, കാപട്യം കാണിച്ചതാണ്. യേശാവിനെ ഉടുപ്പെട്ടിട്ട് അവനെ പറ്റിച്ച കാപട്യം കാണിച്ചതാണ്. പക്ഷേ കർത്താവിൻ്റെ മനസ്സിൽ അത് മാറണില്ല. കർത്താവ് വരുമ്പോഴേ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്? വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വചനമില്ലേ? 5:22 യോഹന്നാൻ 5:22 വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൻ്റെ കാലത്ത് ചെയ്തതാണെങ്കിലും പുത്രൻ്റെ കാലം വരുമ്പോഴും കർത്താവ് ഒരു തീരുമാനമെടുത്തു. എന്താണ്? യാക്കോബിൻ്റെ കാപട്യം തന്നെ. കാര്യം എന്താണ്? അവനെയാണ് വിധിക്കാൻ അധികാരം. അപ്പം വിധിക്കാൻ അധികാരമുള്ളവൻ്റെ മുമ്പിൽ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നാഥാനിയൻ്റെ വേഷത്തിൽ യാക്കോബിന് നിൽക്കേണ്ടി വരുമെന്ന് വിശ്വാസം തിരിച്ചറിയണം. കൈ അടിച്ച് കർത്താവ് യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ഇങ്ങനെയാണ് വചനം കേട്ടിട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ യാക്കോബിന് നാഥാനിയൻ്റെ വേഷത്തിലെ വിദ്യാളൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ടാണ് വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നത്.
അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഉടമ്പടിയിൽ നമ്മൾ വചനം കേൾക്കുന്നു, വചനം വായിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. വചനം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അടയാളം കിട്ടുന്നത്. അടയാളം നമ്മുടെ അവകാശമാണ്. ആരുടെ അവകാശം? വിശ്വാസത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവൻ്റെ അവകാശമാണ് അടയാളം. സ്തുതികളെ ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. എന്തിനാണ് വിശുദ്ധീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്? എന്തിനാണ് സംസാരിച്ചത്? വിശുദ്ധീകരണത്തിലൂടെയാണ്, വിശ്വാസത്തിലൂടെയാണ് നമ്മൾ ഉടമ്പടി പ്രകാരം തുല്യ പങ്കാളിയായി മാറുന്നത്. ഉടമ്പടിയിൽ എപ്പോഴും തുല്യ പങ്കാളികൾ തമ്മിൽ ചെയ്യണ കാര്യങ്ങളാണത്. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് ആ വചനം കേട്ട് വചനത്തെ വിശുദ്ധീകരിച്ച് വചനത്തിന് പ്രവർത്തനങ്ങളായി ശക്തീകരിച്ച് വിശ്വാസത്തിന് പ്രവൃത്തികൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് തുല്യ പങ്കാളികളായി മാറും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വചനം കേട്ട് വചനം ഗ്രഹിച്ച് വചനം ജീവിച്ച് വചനത്തിന് സാക്ഷിയായി അടയാളത്തിന് അവകാശിയായി തുല്യ പങ്കാളിയായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. ഉടമ്പടി തുല്യ പങ്കാളിയായ യേശുവേ ആരാധന, കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഉടമ്പടി ചെയ്യണ സമയത്ത് നമ്മൾ ചിലപ്പോൾ 0 ആയിരിക്കും, 0- ആകും. നമ്മൾ ഉടമ്പടിയുടെ പ്രോസസ്സിലാണ് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും തുല്യ പങ്കാളിയായി മാറുന്നത്. കാര്യം ഉടമ്പടി ചെയ്യണ എല്ലാവരും നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കുക. ദൈവത്തോട് ഉടമ്പടി ചെയ്യണ എല്ലാവരെയും അവരാദ്യം ബിഗ് 0 ശരിക്കും. ഇന്നത്തെ സുവിശേഷം കണ്ടില്ലേ, രാവിലെ കുർബാന വെച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാവും, ന്യായാധിപന്മാരുടെ ലേഖനമാണ്. ന്യായാധിപന്മാരുടെ ലേഖനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഗിദെയോൻ എന്ന് പറഞ്ഞ ന്യായാധിപനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 6-ാം അധ്യായം 22-ാമത്തെ വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഗിദെയോൻ ന്യായാധിപനാണ്, ജഡ്ജസാണ്. പ്രവാചകന്മാരും രാജാക്കന്മാരും ജഡ്ജസും ന്യായാധിപന്മാരുമാണ് യഹോവയുടെ പ്രതിനിധികളായിട്ട് കാലാന്തരങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ നയിച്ചുകൊണ്ട് പോയത്. അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയാവോ? ഉടമ്പടിയെക്കുറിച്ച് പ്രവാചകന്മാരും ന്യായാധിപന്മാരും രാജാക്കന്മാരും എല്ലാവരും ദൈവജനത്തെ അനുസ്മരിപ്പിച്ച് എന്തിനെക്കുറിച്ചാണ്? ഒറ്റ സബ്ജക്റ്റ് അനുസ്മരിച്ചിട്ടുള്ളൂ. എന്താണ്? പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി. എൻ്റെ മക്കളെ, ഉടമ്പടി ഒരു കംപ്ലീറ്റ് പ്രെയറാണ് ശരിക്കും. കാര്യം ദൈവത്തിന് മനുഷ്യരാശി ചെയ്യാവുന്ന ഏറ്റവും ഫലപ്രദമായ പദ്ധതിയാണ് ഉടമ്പടി. ഗിദെയോനോട് എന്നാ ഉടമ്പടി ചെയ്തത് ദൈവം? ഗിദെയോൻ ദൈവതിരുസന്നിധിയിൽ അയാളുടെ മെറിറ്റ് യോഗ്യതയായി വെച്ചത് എന്താ?
ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന കർത്താവേ ആരാധന ആരാധന ഈശോയെ ആരാധിച്ചു കരങ്ങൾ വീശി പ്രൈസ് ദി ലോർഡ്. മിദ്യാൻകാരുമായിട്ട് യുദ്ധമാണ് ഈ 6-ാം അധ്യായത്തിലെ പ്രമേയം. ഇസ്രായേലിനെ രക്ഷിക്കാൻ ആരുമില്ല. മിദ്യാന്മാർ രാക്ഷസവർഗമാണ്. ഇസ്രായേലിൽ രാജാവില്ല, പ്രവാചകയില്ല, സൈന്യമില്ല, ആരുമില്ല. ആകപ്പാടെ ഇസ്രായേലിനുള്ള സ്വത്ത് എന്താണ്? ഈ ഗിദെയോനെപ്പോലുള്ള ന്യായാധിപനാണ്. അയാൾക്കുള്ള എന്താ? അയാൾ പറയും നീ യുദ്ധം ചെയ്യണം. ആരോട്? മിദ്യാൻകാരോട്. ഇപ്പം നമ്മളും പഴയ ഉടമ്പടി വെച്ചിരിക്കുന്നത്, ഇന്നലെ ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞു. അയാൾക്കുണ്ടായിരുന്ന കടം എന്താണെന്ന് അറിയാവോ? 40 ലക്ഷം രൂപയുടെ കടം. പക്ഷേ അയാൾക്കത് കൊടുത്തു വിട്ടാനുള്ള ഒരു മാർഗവും വരുമാന മാർഗവും ഇല്ല. അപ്പം അങ്ങനെ അദ്ദേഹം വന്ന് ഉടമ്പടി ചെയ്ത് അമ്മയെ സാക്ഷിയാക്കി മധ്യസ്ഥയാക്കി ഉടമ്പടി ചെയ്ത് ഒരാഴ്ച കൊണ്ട് ഒരു അകന്ന ബന്ധു, ആ മനുഷ്യൻ നേരത്തെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ വർക്കിംഗ് കണ്ടീഷനിലല്ലായിരുന്നു. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് ഉടനെ 20 ലക്ഷം രൂപ കൊടുത്തു ഈ മനുഷ്യന്. ആ സാക്ഷി ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലേ? നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ആകപ്പാടെ ഉള്ളത് എന്താണ്? ഉടമ്പടിയുടെ പച്ച പേപ്പർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളത്. ആ ഉടമ്പടിയുടെ പച്ച പേപ്പർ ഞങ്ങൾ പ്ലാസ്റ്റിക്കിലാണ് തന്നിരിക്കുന്നത്. എന്തിനാണെന്ന് അറിയാമോ? മഴ നനയാതിരിക്കാൻ. നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയാലും ഉടമ്പടി പേപ്പറെ വെള്ളം കയറാതിരിക്കാനാണ് എത്ര കാലമായി. കാര്യം നമ്മുടെ ആസ്തിയാണത്. അത് നമ്മുടെ ആസ്തിയാണ്. നമ്മൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയാണ്. അപ്പം ഗിദെയോനോട് പറഞ്ഞു നീ മിദ്യാൻകാരെ പ്രതിരോധിക്കാൻ പറഞ്ഞു. അപ്പം ഗിദെയോൻ പറഞ്ഞ വാക്കുകളുണ്ട്. ഗിദെയോൻ എന്താ പറഞ്ഞത്? ഞാൻ മനാസയുടെ ഗോത്രത്തിലുള്ള ആളാണ്. ആ ഗോത്രത്തിൽ തന്നെ ഞങ്ങളുടെ വംശം ഏറ്റവും ബലഹീനമായ വംശമാണ്. ന്യായാധിപന്മാർ 6:15 ഞാൻ മനാസയുടെ ഗോത്രത്തിൽപ്പെട്ടയാളാണ്. ഞങ്ങളുടെ ഗോത്രത്തിൽ തന്നെ ഞങ്ങളുടെ വംശം ഏറ്റവും ബലഹീനമാണ്. എൻ്റെ കുടുംബമാണെങ്കിൽ അതിനേക്കാളും പരിതാപകരമാണ് എൻ്റെ അവസ്ഥയെന്ന്. അതാണ് ചിലപ്പോഴും ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു നിസ്സഹായ അവസ്ഥ. പക്ഷെ ഉടമ്പടി ചെയ്യുമ്പോഴേ നീ ഓർക്കണം, നീ ആരുടെ മുമ്പിലാണ് ഉടമ്പടി ചെയ്യണത്? ദൈവ തിരുസന്നിധിയിലാണല്ലേ. ചോര വേർക്കുമ്പോഴും കർത്താവ് പറഞ്ഞത് എന്താണ്? പിതാവേ അങ്ങയ്ക്കെല്ലാം സാധ്യമാണ്. അപ്പോഴ് നീ തന്നെ പോണം, നിൻ്റെ കൂടെ എൻ്റെ സാന്നിധ്യം എന്നാണ് ഗിദെയോന് കൊടുക്കുന്ന വാഗ്ദാന പ്രകാരമുള്ള ഉറപ്പ്. അപ്പം ഗിദെയോൻ അതിൽ വിശ്വസിക്കും. എന്നിട്ടും ഗിദെയോൻ ഒരു അടയാളം ചോദിക്കും. എന്താണ്? എനിക്ക് ഒരു അടയാളം വേണം. നിങ്ങൾക്ക് ദൈവത്തോട് അടയാളം ചോദിക്കാം. ഇപ്പം എത്ര അടയാളങ്ങളെ നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കണില്ലേ? അടയാളം നമ്മൾ വിശ്വസിക്കുന്നവൻ്റെ അവകാശമാണ്. ഗിദെയോൻ ഒരു അടയാളം ചോദിച്ചു. എന്താണ്? ഒരു കമ്പിളി എടുത്ത് മുറ്റത്തിട്ടിട്ട് ദൈവത്തോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇത് മഞ്ഞുകാലമാണ്, ഞാൻ മെതിക്കളത്തിലാണ് ഈ കമ്പിളി ഇടുന്നത്, തൂവെള്ള കമ്പിളി. ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മിദ്യാൻകാരെ നീ എനിക്ക് ഏൽപ്പിച്ച് തരുക ഇല്ലേ എന്ന് ഞാൻ അറിയണത് ഈ കമ്പിളിയിൽ നീ കാണിക്കുന്ന അടയാളം കൊണ്ടായിരിക്കും എന്ന് പറയും. എന്ന് പറഞ്ഞ് ഇവൻ ഗിദെയോൻ കമ്പിളി എടുത്ത് പുറത്തിടും, വെള്ളക്കമ്പിളി. എന്നിട്ട് ദൈവത്തോട് പറയും, കളത്തിൽ മഞ്ഞ് പെയ്താൽ
ഈ കളത്തിൽ ഒരിടത്തും മഞ്ഞ് പെയ്യരുത്, ഈ കമ്പിളിയെ മാത്രം മഞ്ഞ് പെയ്യിക്കണം. കളവെന്ന് പറഞ്ഞാൽ എന്താണ്? മെതിക്കളം, ഗോതമ്പ് കളം, പഴയ നെൽക്കളം, കറ്റക്കളവ. ഈ കളത്തിൽ മഞ്ഞ് പെയ്യിക്കുമ്പോൾ കളത്തിൽ മഞ്ഞ് വീഴരുത്. പിന്നെ എവിടെ മഞ്ഞ് വീഴണം? എൻ്റെ കമ്പിളിയെ മാത്രം മഞ്ഞ് വീഴണം ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ. അങ്ങനെയാണെന്ന് അടയാളം കണ്ടാൽ എൻ്റെ അർത്ഥം മിദ്യാൻകാരൻ നീ എനിക്ക് ഏൽപ്പിക്കുമെന്നാണ്. എന്നാൽ ഞാൻ യുദ്ധം ചെയ്യും. എൻ്റെ കുടുംബം, എൻ്റെ വംശവും എൻ്റെ ഗോത്രം എത്ര ബലഹീനമായിരുന്നാലും നിൻ്റെ ശക്തി എനിക്കുണ്ടാവും, നീ ഞാൻ മനസ്സിലാക്കുമെന്ന് പറയും. ഗദയോൻ അതുപോലെ ചെയ്തിട്ട് കൂടാരത്തിൻ്റെ വാതിലടക്കും. ഒന്നുറങ്ങി എഴുന്നേറ്റിട്ട് മുറ്റത്ത് വന്ന് ആദ്യം നോക്കണ കമ്പിളിയാണ്. കമ്പിളി പിഴിയണ പോലെ മഞ്ഞ് കിടക്കും. ഗദയോൻ ചുറ്റി നടന്ന് നോക്കും, കളത്തിൽ ഒരിടത്തും മഞ്ഞില്ല. പിന്നെ ഗദയോൻ പറയണത് അടിക്കളാന്ന് പറയണം. എന്താണ്? യഹോവ നമ്മുടെ കൂടെയെന്ന്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുസ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം വാക്യം. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ 3-ാം പ്രാവശ്യവും അമ്മയുടെ സാക്ഷിയായി സാക്ഷ്യം പറയാൻ എനിക്ക് തന്ന കൃപയോ ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീജ തോമസ്. ഞാൻ വൃന്ദാവനം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ 15/8/2022 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു. 2 പ്രാവശ്യവും പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു സാക്ഷ്യമാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുൻപിൽ പറയുന്നത്. 2023 ജനുവരി 26-ാം തീയതി ഞാനും എൻ്റെ കുടുംബവും ഒരു ദൂരയാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കാറിന് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഒരു ബൈക്ക് ഓവർടേക്ക് ചെയ്യുകയും ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ 1 മിനിറ്റ് ആ ബൈക്കിലേക്കായി. പെട്ടെന്ന് ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു വലിയൊരു പാണ്ടി ലോറി ഞങ്ങളുടെ കാറിൻ്റെ നേരെ വരികയും ഞാൻ എൻ്റെ അമ്മ മാതാവേ കാറ് എൻ്റെ അമ്മ എൻ്റെ കാറ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പെട്ടെന്ന് കണ്ണടച്ചു. ആ സമയം തന്നെ ഞങ്ങൾ 4 പേരും അവിടെ വണ്ടി ഇടിച്ച് മരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഞാൻ പെട്ടെന്ന് കണ്ണടച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ വണ്ടിയുടെ ഒരു സൗണ്ടോ ഒരു ശബ്ദമോ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ പെതുക്കെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വണ്ടി നേരെ പോകുന്നുണ്ട്, ലെവൽ റോഡാണ്. ആ വന്ന പാണ്ടി ലോറി ഇതുവഴി പോയെന്നോ എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടെന്നോ എനിക്കറിയില്ല. ഞങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ഉടമ്പടി വസ്തുക്കൾ, എപ്പോഴും കൃപാസനത്തിൽ ഉടമ്പടി വസ്തുക്കളുണ്ട്. വണ്ടിയിൽ കീ ചെയിനും കൊന്തയും പിന്നെ മാതാവിൻ്റെ രൂപവും എല്ലാം ഞങ്ങളുടെ വണ്ടിയിൽ എപ്പോഴും ഉണ്ട്. ഞങ്ങൾ യാത്ര പോകുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം ഞങ്ങൾ 4 പേരെ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് പോകുന്നത്. ദൂരയാത്ര പോകുന്ന സമയങ്ങളിൽ ഞാൻ വണ്ടിയിൽ കയറിയാൽ ഉടനെ ആദ്യം ചെയ്യുന്നത് ജപമാല ചൊല്ലുക എന്നതാണ്. ജപമാല ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിത്തെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. എൻ്റെ അമ്മ മാതാവിൻ്റെ പൂർണ്ണ സംരക്ഷണമാണ് ഞങ്ങളെ ആ 4 പേരെ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ഞാൻ എൻ്റെ അമ്മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. രണ്ടാമത് പറയാനുള്ളത്, ഇത് എൻ്റെ ഇളയ മകനാണ്, ബിനിൽ കെ ബിനു. അവൻ +2 പരീക്ഷ കഴിഞ്ഞു. +1-ൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ 21/3/2025 11-ാം പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ആദ്യമായി നിയോഗം വെച്ചത്. ഇവൻ +1-ന് മാത്സിൻ്റെ എക്സാമിന് ഫെയിലായി പോയിരുന്നു. +2-ൻ്റെ എക്സാം എഴുതിയപ്പോഴും +2-ന് പാസ്സാകാനുള്ള മാർക്ക് മാത്രമേ അവൻ എഴുതിയിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 21-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും 25-ാം തീയതി നടക്കുന്ന മാത്സ് എക്സാം അവൻ്റെ മെറിറ്റ് കൊണ്ട് അവന് ജയിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എൻ്റെ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തു. എൻ്റെ അമ്മ മാതാവേ, എൻ്റെ അമ്മ മാതാവായിരിക്കണമേ, അവൻ്റെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതേണ്ടതെന്ന് പ്രാർത്ഥിച്ചു. നിയോഗം വെച്ച് ഞാൻ വീട്ടിൽ പോയി. 25-ാം തീയതി അവൻ എക്സാമിന് പോയപ്പോൾ ഞാൻ വിശുദ്ധ തൈലം അവൻ്റെ ഹോൾ ടിക്കറ്റിൽ കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. മോനെ കൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിച്ച് അവൻ്റെ നെറ്റിയിലും കുരിശ് വരച്ചു.
91-ാമത്തെ സങ്കീർത്തനം വായിപ്പിച്ചിട്ടാണ് ഞാൻ അവനെ പരീക്ഷയ്ക്ക് കൊണ്ടുവിട്ടത്. ഞാൻ ഇവനെ കൊണ്ട് പോകുന്ന സമയം മുതൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അവൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ചെല്ലുന്നിടം വരെ പോകുകയും ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ വിശുദ്ധ ഉപ്പ് ഞാൻ അവിടെ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവൻ ഇറങ്ങിപ്പോകുന്നത് നോക്കിക്കൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പം ഓപ്പോസിറ്റ് സൈഡിലും ആ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കും. വീട്ടിൽ വന്നിട്ട് ഇവന് എക്സാം തുടങ്ങുന്ന സമയം മുതൽ ഞാൻ തിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊന്തയും ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിവൻ്റെ പരീക്ഷയുടെ സമയം കഴിയുന്ന സമയം വരെ ഇരിക്കുന്നത്. ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ എണ്ണിക്കും ഇവനെ വിളിച്ചുകൊണ്ട് വരാൻ വണ്ടിയിൽ പോകുമ്പോഴും ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. അവിടെ ചെന്നു, മോൻ എൻ്റെ അറമ്പിൽ വന്നു പരീക്ഷ കഴിഞ്ഞ്. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു മോനെ പരീക്ഷ? ഒരു പൊട്ട പരീക്ഷയായിരുന്നു അമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നെഞ്ചിൽ കൂടാണ് ഒരു ആളലാണ് വന്നത്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഞാൻ ഉടമ്പടി വെച്ചതാണ്, നീ ജയിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, ജയിക്കാനുള്ളത് എഴുതിയോടാ എന്ന് ചോദിച്ച് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വരുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പെട്ടെന്ന് നോക്കി ഇവൻ എന്തൊക്കെ എഴുതി എന്നറിയാനും വേണ്ടി. ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാ ആൻസറിനും ഇവൻ ടിക്കിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചിട്ട്, നീ ഇതിൻ്റെ എല്ലാ ആൻസറിനും ടിക്കിട്ടതേ? ഇവൻ അങ്ങനെ എഴുതത്തില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാമായിരുന്നു. ഇവൻ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മമ്മി ഞാൻ എല്ലാം എഴുതി, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് ഇയർ എക്സാമിന് തന്നിരുന്നെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് എഴുതേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും മാർക്സ് ആയതുകൊണ്ട് എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവർക്കും അറിയാം 60 മാർക്കാണ് മാർക്സിൻ്റെ മാർക്ക് 60ആണ്. അതിൽ 58 മാർക്കും കൊടുത്ത് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. അത് ഇവൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അമ്മയുടെ ഫുൾ ഗ്രേസിനാലാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. +2 പാസ്സാകാനും വേണ്ടി ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് ഇവൻ വാങ്ങിച്ചിരുന്നു. +2 റിസൾട്ട് വന്നപ്പോൾ ഇവനാണെങ്കിൽ ആദ്യമായിട്ട് ഇവനാണ് +2 റിസൾട്ട് കണ്ടത്. ഇവൻ എന്നെ മൊബൈലിൽ കൊണ്ട് +2 റിസൾട്ട് കാണിച്ചു. ഇവൻ എന്നിട്ട് മുഖത്തൊന്നും ഒരു സന്തോഷം കാണുന്നില്ല. എന്തോ വല്ലാത്തൊരു ഫീലിങ്ങിലാണ് ഇവൻ ഇരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഇവന് ഒരു Aയും 2 B+ഉം 3 Bയുമാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട്, നീ പാസ്സായല്ലോ, നീ എന്നാ വിഷമിച്ചിരിക്കുന്നത്? ഇവനൊന്നും മിണ്ടിയില്ല. അപ്പം ഞങ്ങൾ അടുത്തുള്ള ഒരാൾ ഇതുവഴി പോയപ്പോൾ ഇവൻ ചോദിച്ചു, പാസ്സായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്സായി, മാതാവിനെ പാസ്സാക്കിയെന്ന് പറഞ്ഞു. വൈകിട്ടായപ്പോൾ ഇവൻ്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ല. ഇവനാണെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല, മുഖം വല്ലാണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, മോനെ നീ പാസ്സായിട്ട് നിനക്ക് എന്നാടാ നിനക്ക് സന്തോഷമില്ലാത്തതെന്ന് ചോദിച്ചു. അവൻ എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ C-യോ C+ഓ മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ, എനിക്ക് ഇത്രയും മാർക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മാതാവിൻ്റെ കരങ്ങളിൽ ഉടമ്പടി നിയോഗം വെച്ചതാണ്. എൻ്റെ അമ്മ മാതാവ് തന്ന മാർക്കാണ് നിനക്ക്, അല്ലാതെ നിൻ്റെ മെറിറ്റ് കൊണ്ടല്ലെന്ന് പറഞ്ഞു. അവനെ അങ്ങനെ +2-നും +1-നും നല്ല മാർക്കോട് പാസ്സാക്കി. അടുത്തതായിട്ട് 21/3/2025 ഞാൻ 11ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പം രണ്ടാമത് നിയോഗം വെച്ചത്. ഇവൻ +2 കഴിഞ്ഞ് ഏത് കോഴ്സിന് പോകണമെന്ന് ഇവനൊരു നിശ്ചയവുമില്ല. ചിലപ്പോൾ പറയും +2 കൊണ്ട് ഞാൻ പഠിത്തം നിർത്തുക, ചിലപ്പോൾ പറയും ഞാൻ 1 വർഷം കഴിഞ്ഞിട്ട് ഇനി പഠിച്ചോളാം, ഇങ്ങനെയൊക്കെ പറയും. പിന്നെ പുറത്തു പോയി പഠിക്കാനും ആഗ്രഹമില്ല. അവന് വീട്ടിൽ വന്നു പോകുന്ന കോളേജിൽ മതി. ഇപ്പം ഞാൻ അമ്മയുടെ മുന്നിൽ നിയോഗം വെച്ചു, എൻ്റെ അമ്മാതാവേ എവിടെ പോയി ഞാൻ ഇവൻ വീട്ടിൽ വന്ന് പോകുന്ന കോഴ്സ് കണ്ടുപിടിക്കും, കോളേജ് കണ്ടുപിടിക്കും, പിന്നെ ഏത് കോഴ്സ് എടുക്കണമെന്ന് അറിയത്തില്ല. എൻ്റെ അമ്മ മാതാവേ ഇവൻ ഏത് കോഴ്സ് എടുക്കണമെന്നും ഏത് കോളേജിൽ പഠിക്കണമെന്നും അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. 2 കോളേജിൽ പോയിട്ടും അവനോട് പോകാൻ താല്പര്യമില്ല. അത് കഴിഞ്ഞപ്പോൾ 3ാമത്തെ ഒരു കോളേജ് എൻ്റെ അമ്മ മാതാവ് എനിക്ക് കാണിച്ചു തരികയും അടൂരിലുള്ള കോളേജിൽ ഞങ്ങൾ പോയി ഇവൻ അഡ്മിഷൻ എടുത്തു. BSc ഹോട്ടൽ മാനേജ്മെൻറ്റിന് ജൂലൈ 14-ാം തീയതി അവന് ക്ലാസ് തുടങ്ങിയാണ്, തിങ്കളാഴ്ച. അതിനു മുമ്പ് എൻ്റെ അമ്മാതാവിൻ്റെ മുന്നിൽ വന്ന് നന്ദി പറയാനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇവൻ എന്താ പഠിക്കുന്നതെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എവിടെ പഠിക്കുന്നതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ മുൻപിൽ വന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം എനിക്ക് അവരോട് പറയാനേ.
അതെൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ആ ഒരു കോളേജിൽ നിന്ന് പൂർണ്ണമായി ഞങ്ങളെ അനുഗ്രഹിച്ചു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം ഇപ്പം 3 പ്രാവശ്യം മുഴുവനായിട്ട് വേദപുസ്തകം വായിച്ച് തീർന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കെട്ടിച്ചു വന്ന വീട്ടിൽ ഒരാഴ്ച പ്രാർത്ഥിച്ചാൽ ഒരാഴ്ച പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം, വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ പ്രാർത്ഥന മുടങ്ങുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 3 വർഷക്കാലത്തോളം ഞങ്ങളുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടും എപ്പോഴും പ്രാർത്ഥനയുണ്ട്. അതെൻ്റെ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വരികയും ഇവിടുന്ന് പത്രം വായിച്ച് ബസ് സ്റ്റാൻഡുകളിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യും. പിന്നെ കാനഡയിലുള്ള ഒരു സുഹൃത്തിനെ അവിടെ പത്രം കിട്ടാത്തത് മൂലം ഞാനിപ്പം 2 മാസമായിട്ട് ഇവിടുത്തെ പത്രത്തിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു. ഇത്രയും അനുഗ്രഹം തന്ന ദൈവമാതാവിനും യേശുപ്പച്ചനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു.